അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ സാദിഖ് അലി തങ്ങൾ, വേദിയിലുള്ള UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പത്രമാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രസംഗിക്കാൻ സമയമില്ല, പരിമിതമാണ്. ഞാനൊന്നും പറയുന്നില്ല. ഈ തിരഞ്ഞെടുപ്പ് എന്നാലുണ്ടായതാണ്. നിങ്ങളൊക്കെ സുഖമായിട്ട് വീട്ടിലിരിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന് നിങ്ങളെയൊക്കെ ഇറക്കേണ്ടി വന്നതിൽ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അത് ഈ നാടിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഞാൻ എടുത്തത്. ഞാൻ കഴിഞ്ഞ 8 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും പുലരുകയാണ്. അതിന്റെ അവസാനത്തെ മണി ഇന്നലെയും ആലപ്പുഴയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഴക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വളരെ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ. ഒരു ഇടതുപക്ഷ സർക്കാർ എന്തിനു വേണ്ടിയാണോ ജനങ്ങൾ അവരെ അധികാരത്തിൽ രണ്ടാമതും കയറ്റിയിരുത്തിയത്, ആ സർക്കാരിന്റെ അടിസ്ഥാനപരമായ നയങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ചില നിലപാടുകൾ കൃത്യമായി കാണാൻ തുടങ്ങുകയാണ്. അതിലൊന്ന്, ആര് വിശ്വാസം അർപ്പിച്ചിട്ടാണോ ഈ ഗവൺമെന്റിനെ രണ്ടാമത് അധികാരത്തിൽ കൊണ്ടുവന്നത്, അത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളാണെങ്കിൽ ആ ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും അപരവൽക്കരിക്കുകയും ഈ നാട്ടിൽ നീതി നടപ്പിലാക്കാൻ നമ്മളൊക്കെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്ന ഒരു പോലീസ് സേനയെ RSSന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ണിൽ കാണുകയും അതിന് എന്തുകൊണ്ട് ഇത് എന്ന അന്വേഷണം അവസാനം ഞാൻ എത്തിപ്പെട്ടത് നിങ്ങളോടൊക്കെ നിരവധി തവണ വിവരിച്ചതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ താൽക്കാലികമായി സ്ഥാനഭ്രംശം നടത്തി സർക്കാർ 1 മാസം കൊണ്ട് അന്വേഷണം തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് 6-7 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പരാതിക്കാരനായ എനിക്ക് ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി നൽകിയിട്ടില്ല. ആ റിപ്പോർട്ടിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇനി ആ റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടിയെങ്കിലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. നാടൊന്നാകെ, ജനങ്ങളൊന്നാകെ, ഇടതുപക്ഷ മുന്നണിയിലെ CPI-യും RJD-യും ഉൾപ്പെടെയുള്ളവർ ADGP അജിത് കുമാർ കള്ളനാണ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ മാത്രമല്ല, UDF മാത്രമല്ല. ആ അജിത് കുമാറിന് പ്രമോഷൻ കൊടുത്ത് DGP ആക്കാൻ കേന്ദ്രത്തിലേക്ക് റെക്കമെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്താണ് കാരണമൊന്നുമില്ല. മകളുമായി ബന്ധപ്പെട്ട, മരുമകനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, വിദേശത്തു നിന്നുള്ള സ്വർണം കടത്തൽ, ഇപ്പോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന SFIO തുടങ്ങിയിട്ട് നിരവധിയായ വിഷയങ്ങളാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളുടെ കണ്ണിലെത്തുന്നു. അവർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏത് നിമിഷവും ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഘട്ടം വരുന്നു. ആ ഘട്ടത്തിൽ ഒരു പിതാവ് എന്ന ഒരൊറ്റ മാനസികാവസ്ഥയിൽ ഒരു വ്യക്തി നിൽക്കുന്നു. ആ മുഖ്യമന്ത്രി ഈ പറയുന്ന ആര് വിശ്വാസം അർപ്പിച്ച് അധികാരത്തിലെത്തിയോ ആ വിഭാഗങ്ങളെ മുഴുവൻ പൂർണ്ണമായും കൊലച്ചതിക്ക് വിധേയമാക്കി മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്ന് തുടങ്ങി പൂരം കലക്കൽ തുടങ്ങിയിട്ട് ഇപ്പോ ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് സൂചിപ്പിച്ചു, എന്തിനാണ് SNDP ജനറൽ സെക്രട്ടറി ഇവിടെ വന്നത് എന്ന് ഇവിടുത്തെ SNDP-ക്കാരെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. പെട്ടെന്നൊരു പരിപാടി ഇടാൻ പറഞ്ഞു. അങ്ങനെ പരിപാടി വെക്കുന്നു. അദ്ദേഹത്തിന് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാനുള്ള ആരോഗ്യ പ്രശ്നം എനിക്കറിയാം. ആ വ്യക്തി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രസംഗം, എന്താണ് അദ്ദേഹം സംസാരിച്ചത്?
അതിൽ വർഗീയതയൊക്കെ പോട്ടെ, ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ആണ് സംസാരിച്ചത്. ഇത്ര ശതമാനം മുസ്ലിങ്ങൾ, ഇത്ര ശതമാനം ക്രൈസ്തവർ, ഇത്ര ശതമാനം ഹിന്ദുക്കള്, അതിൽ തന്നെ ജാതീയമായ വേർതിരിവ് ആര് കൊടുത്തു ഈ കണക്ക് അദ്ദേഹത്തിന്? അപ്പൊ നമ്മൾ ആലോചിക്കണം. അപ്പൊ കൃത്യമായ ഒരു പദ്ധതി ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് കുളം കലക്കാൻ, ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ജയിക്കണം, ജയിക്കാതിരിക്കാൻ കഴിയില്ല. അത് അവരുടെ ആവശ്യം. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ് എന്ന് ആരും കരുതണ്ട. ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതിൽ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്യുന്നത് ഈ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ. ആ വോട്ട് ആന്റി പിണറായി വോട്ടായിരിക്കും. ഇവിടുത്തെ നമ്മളെക്കാളും വികാരപരമായി നിൽക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷ പ്രവർത്തകരാണ്. എന്താണ് കാരണം? ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കുടുംബാധിപത്യത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോയി കുടുംബാധിപത്യത്തിന്റെ ഇരുമ്പറക്കുള്ളിലാക്കി നിർത്തിയിരിക്കുകയാണ്. മിണ്ടാൻ പറയാൻ അവകാശമില്ലാത്ത പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. നിങ്ങൾ സ്വകാര്യമായിട്ട് അവരുമായി സംസാരിക്കുന്നുണ്ടാവുമല്ലോ. അവരുടെ കേഡറുകൾ പോലും തുറന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ അപ്പുറത്ത് നിൽക്കുന്ന, കൊടി പിടിക്കുന്ന, ചുവപ്പിന് മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിലമ്പൂരിൽ ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിവൃത്തികേടുകൊണ്ട് മാത്രം സിന്ദാബാദ് വിളിക്കുന്നവരാണ് കേരളത്തിലുടനീളം. അവരുടെ മനസ്സ് നമ്മോടൊപ്പമാണ്, ഈ നാടിനോടൊപ്പമാണ്. ആ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും. SNDP സെക്രട്ടറി പറഞ്ഞത് പോട്ടെ, അങ്ങനെ വിടാം. അതിന് വെള്ളപൂശാൻ പോയാണ് എന്താ പറഞ്ഞത്? ഒറ്റ കാര്യമുള്ളൂ. കുഞ്ഞാലി സാഹിബ് പറഞ്ഞ രണ്ട് വാക്കിൽ മിനിയാന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ കാര്യം വളരെ എന്താ പറയുക, ഷോർട്ടായിട്ടുള്ള മറുപടിയാണ്. കള്ളൻ തേങ്ങ ഇടാൻ വേണ്ടി തെങ്ങുമ്മ കയറി, തേങ്ങ ഇടാൻ നേരത്തെ നാട്ടുകാർ കണ്ടു, ഓ അല്ല, ഞാൻ അപ്പുറത്തെ പറമ്പിലെ കുറുന്തോട്ടി ഉണ്ടോ നോക്കുകയാണ്. പോരെ, ഇനി ഒന്നും പറയാനില്ലല്ലോ. 3.5 കോടി ജനങ്ങൾക്ക് മനസ്സിലായ കാര്യം. ആദ്യം ഒരു സമുദായത്തെ കുറിച്ച് വളരെ കൃത്യമായി വൃത്തിയായി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞൊരു പാർട്ടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഇവിടെ ഒരു SNDP സെക്രട്ടറി വന്നതുകൊണ്ടോ, ഒരു ഷോൺ ജോർജ് വന്ന് ഇവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ടോ, ഈ നിലമ്പൂരിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് മലപ്പുറത്തെയും നമ്മുടെ മതേതര സ്വഭാവത്തിന്റെ കടക്കൽ കത്തിവെക്കാമെന്ന് പിണറായിയോടൊപ്പമുള്ളവരും പിണറായിസത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ജനങ്ങളെയാണ് നേരിടുന്നത്, ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്, ഈ പൊതുസമൂഹത്തെയാണ് വെല്ലുവിളിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ മതേതരവാദികളെയാണ് വെല്ലുവിളിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരെയാണ് വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളിക്കെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി, ഒരു പോരാട്ടമായി ഇത് മാറി. വളരെ കൃത്യമായ ധാരണ RSS-ഉമായും BJP-യുമായും ഉണ്ടാക്കി വെച്ച് താഴേക്ക് വരികയാണ്. പാർട്ടിയുടെ സെക്രട്ടറിയും കൂടി അതിൽ പൂർണ്ണമായി ചേർന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാ. പാർട്ടിക്കുണ്ടാക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിറം BJP-യുടെ വർണ്ണമാണ്. പത്രക്കാരായ വെറുതെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു മാറ്റം? അത് നിങ്ങൾക്കറിയില്ലേ? ചുവപ്പ് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കളറാണ്. ചോരച്ചാലുകൾ നീന്തിക്കേറിയ പാർട്ടിയുടെ സഖാക്കള് കേട്ട് സഹിക്കുകയാണ്. അപ്പോ പിണറായിയോടൊപ്പം ഒട്ടിയെങ്കിലേ കാര്യമുള്ളൂ എന്ന് കണക്കാക്കുന്ന, ആ പിണറായിസത്തോടൊപ്പം നിൽക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമായി CPM മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരാളും തെറ്റിദ്ധരിക്കാൻ പോകരുത്. അപ്പുറത്തെ പ്രകടനത്തിൽ കൊടിയുമായി പോകുന്ന ആ സഖാവിന്റെ മനസ്സ്
നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തോടൊപ്പമാണ്, ഇത് യാഥാർത്ഥ്യമാണെന്ന ബോധ്യത്തോടൊപ്പമാണ്. അവരെ കൂടി കൂട്ടുപിടിച്ച് അവരെ കൂടെ സഹായത്തോടു കൂടി ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം, കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ ഒന്നാകെ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഒരുങ്ങണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.